നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിഭവ സമ്പത്തുള്ള രാജ്യങ്ങളെ കൊള്ളയടിക്കുവാൻ അമേരിക്ക നടത്തുന്ന സാമ്രാജ്യത്വ അഭിനിവേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെനിൻസ്വലക്കാർ ഇപ്പോൾ സന്തോഷിക്കുകയായിരിക്കും എന്ന് ഒരു ട്രംപ് അനുകൂലിയുടെ റെഡിറ്റിലെ അഭിപ്രായ പ്രകടനത്തിന് താഴെ ഒരാൾ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: അതെ, ഇറാഖികൾ അന്ന് സന്തോഷിച്ചതുപോലെ. പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ ചരിത്രങ്ങൾ പച്ചയ്ക്ക് ആവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് യുഎസിൻ്റെ വെനിൻസ്വേല ആക്രമണം. ഒരു പരമാധികാര രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ സൈനിക ആക്രമണം അഴിച്ചുവിടുക, ഭരണാധികാരിയെ ബന്ദിയാക്കുക, വിചാരണ എന്ന പേരിൽ നാട് കടത്തുക, തുടർന്ന് ആ രാജ്യത്തിൻ്റെ വിഭവ സമ്പത്തുകൾ കൊള്ളയടിക്കുവാനായി പാവഭരണകൂടത്തെ സ്ഥാപിക്കുക. ഓരോ തവണയും ഫയലുകളിൽ രാജ്യത്തിൻ്റെ പേര് മാത്രം മാറ്റിയാൽ മതി. ഇത്തവണ അത് വെനിൻസ്വേല എന്നാണ്. പവറും പണവും കൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നത് വെള്ളക്കാരൻ്റെ ഭാരം എന്ന പോലെ കൊണ്ടു നടക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പുതിയ അമരക്കാരൻ മാത്രമാണ് ഡൊണാൾഡ് ട്രംപ്. ലോകത്ത് ഏറ്റവും അധികം ധാതു വിഭവ സമ്പത്തുള്ള രാജ്യങ്ങളാണ് അമേരിക്കയുടെ ഈ പ്രത്യേക പരിഗണന ഉള്ളത്. എന്തു വില കൊടുത്തും അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കും. അതിനി ജനാധിപത്യ ഭരണകൂടങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ പോലും ഒഴിവുകഴിവുകളില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ളത് വെനിൻസ്വേലയിലാണ്. സ്വർണ്ണ ഖനികളുടെ എണ്ണമെടുത്താൽ മൊത്തം ആഫ്രിക്കൻ വൻകരകളുടെയും ഖനികളേക്കാൾ എണ്ണം വരും വെനിൻസ്വേലയിലുള്ള സ്വർണ്ണശേഖരം. ഇതാണ് US ലക്ഷ്യമെന്നത് പകൽ പോലെ വ്യക്തമാണ്. മറ്റ് US പ്രസിഡന്റുമാരിൽ നിന്നും ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യത്യാസം അദ്ദേഹത്തിന് രഹസ്യ അജണ്ടകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് മാത്രമാണ്. തങ്ങൾ വെനിൻസ്വേല കൊള്ളയടിക്കുവാൻ പോകുകയാണെന്ന് പരസ്യമായി തന്നെ അയാൾ TV-യിലൂടെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഈ രാജ്യം ഇനി ഞങ്ങൾ ഭരിക്കും എന്നാണ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചത്. കാലങ്ങളായി അഭിനിവേശത്തിന് US പല പേരുകൾ നൽകി ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടനശീകരണ ആയുധങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന പേരിലാണ് ഇറാഖ് ആക്രമിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ അത് അമേരിക്ക തന്നെ സൃഷ്ടിച്ചെടുത്ത ഭീകരവാദമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ എന്ന ഒറ്റ കാരണത്താലാണ് ക്യൂബയിൽ തുടരെ അട്ടിമറി ശ്രമങ്ങൾ നടത്തിപ്പോകുന്നത്. കമ്മ്യൂണിസം തന്നെയായിരുന്നു വിയറ്റ്നാമിലും അമേരിക്ക യുദ്ധം വിതച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് തന്നെയാണ് മയക്കുമരുന്ന് ആരോപണത്തിന് പുറമെ വെനിൻസ്വേലയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. തങ്ങളെ ഭയപ്പെടുത്താത്തവരെ കൈക്കരുത്തുകൊണ്ട് വരുതിയിൽ കൊണ്ടുവന്ന് നിർത്തുക എന്ന ലോക പോലീസ് അമേലിൽ വെനിൻസ്വേലയ്ക്ക് മുമ്പ് ഇരയായത് ഇറാനായിരുന്നു. B-2 ബോംബുകൾ അയച്ചാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചത് എന്നത് തങ്ങളുടെ ഏറ്റവും ഭീകരമായ ആക്രമണശേഷി ആർക്കു മുകളിലും പ്രയോഗിക്കുവാൻ മടിയില്ലാത്ത ഒരു തെമ്മാടി രാഷ്ട്രീയത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമായിരുന്നു. അധിനിവേശത്തിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതോടുകൂടി ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനകളാണ് റിപ്പോർട്ടുകൾ നൽകുന്നത്. മഡുറോയെ ന്യൂയോർക്കിൽ എത്തിച്ച് വിചാരണ ചെയ്ത ശേഷം ശിക്ഷാവിധി നടപ്പാക്കുക എന്നതാണ് രണ്ടാം ഘട്ടം. വിധിയൊക്കെ ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. മഡുറോയെ തുറങ്കിൽ അടയ്ക്കുന്നതോടുകൂടി വെനിൻസ്വേലയിലെ ഭരണം ഏറ്റെടുക്കുന്ന നടപടികൾ വേഗത്തിലാവും. മൂന്നാം ഘട്ടം പ്രസിഡന്റ് വീണാൽ അടുത്ത വൈസ് പ്രസിഡന്റാണ് ഭരണത്തിലേക്ക് വരേണ്ടത്. എന്നാൽ ട്രംപിന് വേണ്ടത് വെനിൻസ്വേലയിലെ പ്രതിപക്ഷ നേതാവിനെയാണ്, മരിയ കൊറീന മച്ചാഡോയെ. സമാധാന നോബൽ ജേതാവും ട്രംപ് അനുകൂലിയുമായ മച്ചാഡോയെ അധികാരത്തിൽ എത്തിക്കലാണ് ആത്യന്തിക ലക്ഷ്യം. US-ന്റെ വെനിൻസ്വേല ആക്രമണത്തിൻ്റെയും മഡുറോയെ തട്ടിക്കൊണ്ടു പോകലിനെയും ഇരുകൈയും നീട്ടിയാണ് സമാധാനത്തിൻ്റെ നോബൽ ജേതാവ് സ്വീകരിച്ചത്. സകല അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ച കടന്നാക്രമണത്തെ അന്താരാഷ്ട്ര നീതി അഥവാ ഇന്റർനാഷണൽ ജസ്റ്റിസ് എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. നിയമവാഴ്ച ഉറപ്പാക്കുവാനായി അമേരിക്ക നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടു എന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഭരണം പാവഭരണകൂടത്തിന്റെ കയ്യിലേക്ക് നീങ്ങി എണ്ണയും ധാതു സമ്പത്തും US-ലേക്ക് കടത്തുന്ന അമേരിക്കൻ അതിക്രമങ്ങൾക്കെതിരെ ലോകമെമ്പാടും കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. കൈക്കരുത്തുള്ളവൻ കാര്യക്കാരൻ എന്ന അപകടകരമായ സന്ദേശം ആഗോള സമാധാന ശ്രമങ്ങൾക്ക് കനത്ത അടിയാവും എന്നത് ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു രാജ്യത്തിന് മേൽ കടന്നുകയറുവാൻ പെരുന്നുണകൾ മാത്രം മതി തങ്ങൾക്ക് എന്ന അമേരിക്കൻ തെമ്മാടിത്തരം ആർക്കുമേലാണ് ആവർത്തിക്കാൻ പോകുന്നതെന്ന ഭയത്തിൽ കൂടിയാണ് ലോകം. കൊളംബിയയും മെക്സിക്കോയുമാണ് ട്രംപിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള അടുത്ത രാജ്യങ്ങൾ. ഇവരുടെ ആകാശങ്ങളിൽ US യുദ്ധവിമാനങ്ങൾ ഇരമ്പി പറക്കുമ്പോൾ ഇനി എന്ത് പുതിയ നുണയുമായാണ് അങ്കിൾ സാം ലോകത്തിന് മുന്നിൽ പരിഹാസ ചിരിയോടുകൂടി എത്തുക എന്നത് കാത്തിരുന്നു തന്നെ കാണാം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.